നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്നത് എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല എന്നുള്ള ചിന്തയാണ്. ഒരുപക്ഷെ നാം പലപ്പോഴും ശ്രമിച്ച് പരാജയപ്പെട്ടതുകൊണ്ടും നമ്മുടെ ജീവിതത്തിലെ അനുഭവം അതായതുകൊണ്ടുമാകാം കഴിവില്ല എന്ന് നാം പറയാറ്. ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിന്റെ മേലും നിങ്ങൾ ജയം കൊണ്ടാടണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവപൈതലേ, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം നമ്മോട് സംസാരിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിത മേഖലകളിൽ നമ്മെ കരം പിടിച്ചു വഴി നടത്തുവാൻ മതിയായ ദൈവ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ തുടങ്ങും. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ആരെ എടുത്തു നോക്കിയാലും നമുക്ക് അവരിലെല്ലാം കാണുന്ന ഒരു പ്രത്യേകത അവർ അവരുടെ കഴിവുകളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാ. ഇന്ന് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിറവേറേണ്ടതിന് നമ്മുടെ കഴിവുകളിൽ നാം ആശ്രയിക്കുന്നത് നിർത്തി ദൈവത്തിൽ ആശ്രയിക്കുവാൻ തുടങ്ങുന്നുവെങ്കിൽ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാൻ തുടങ്ങുകയാണ്. അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞങ്ങളിൽ നിന്നു തന്നെ വരും പോലെ സ്വയമായി വല്ലതും കൽപ്പിപ്പാൻ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അപ്പോസ്തലൻ അവിടെ പറഞ്ഞു വെക്കുന്നത് കഴിവില്ലാത്ത എന്നെ കഴിവുള്ളവനാക്കി പ്രാപ്തനാക്കി മാറ്റിയത് ദൈവമാണ്. നമ്മുടെ ജീവിത മേഖലകളിൽ നാമും ഇപ്രകാരം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. കഴിവില്ല, എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് ചുവടുകൾ വെക്കാതെ വിഷമിച്ചിരിക്കുന്ന പ്രിയ ദൈവപൈതലേ, നിങ്ങളോടാ ഇന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. നിങ്ങളെ കഴിവുള്ളവനാക്കുന്ന കഴിവുള്ളവളാക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കുവാൻ തയ്യാറാകണം. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പ്രിയ ദൈവപൈതലേ, ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഒരു വലിയ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് നയിക്കുവാൻ ദൈവം മോശയെ വിളിച്ചു വേർതിരിക്കുന്ന സമയം മോശ തന്റെ യഥാർത്ഥ അവസ്ഥ ദൈവത്തോട് പറയുന്നത് പുറപ്പാട് 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറയുന്ന മോശയോട്, അതെയോ, എന്നാൽ ഞാൻ വേറൊരാളെ തിരഞ്ഞെടുക്കാം എന്ന് പറയുന്ന ദൈവത്തെ അല്ല അവിടെ കാണുന്നത്. ദൈവം പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. തൊട്ട് അടുത്ത വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായ് കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. നിങ്ങളുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ തടസ്സമായി നിങ്ങൾക്ക് മാത്രമേ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ശത്രുവായവൻ കൊണ്ടുവന്നിടുന്ന ചിന്തകൾ കൊണ്ട് ദൈവം പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളിൽ ഉപരി ശത്രു കൊണ്ടുവന്നിടുന്ന ചിന്തകളെയും സാഹചര്യങ്ങളെയും നിങ്ങൾ കാണുന്നുവെങ്കിൽ ഒരിക്കലും ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുവാൻ കഴിയുകയില്ല. വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണങ്ങൾ നടക്കേണ്ടതിന് ദൈവത്തോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കേണ്ടത് ആവശ്യമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങളുടെ ഇല്ലായ്മകളെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ചുവടുകൾ വെക്കുവാൻ തുടങ്ങുമ്പോൾ മുതൽ ദൈവിക പ്രൊവിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ തുടങ്ങുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ജീവിതത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുന്നു എന്ന് പറയാം. ദൈവപ്രവൃത്തിക്കായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളെ കണ്ട് മനസ്സിലാക്കിയിട്ടല്ല ദൈവം പ്ലാൻ ചെയ്യുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ പ്രിയ ദൈവത്തിലെ ദൈവം
നിങ്ങളെ കണ്ടിരിക്കുകയാ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാ. തൊട്ടടുത്ത വാക്യത്തിൽ പ്രവാചകൻ പറയുകയാ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ ഇനി പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയ ദൈവപൈതലേ, ഇന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുകയാ. എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഇന്ന് ദൈവം ആഗ്രഹിക്കുകയാ. ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുവാൻ എളുപ്പമാ. എന്നാൽ ദൈവം പറഞ്ഞത് കേട്ട് ഒരു ചുവട് വെക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവിടെയാ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുന്നത്, നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത്. ഇന്നൊന്ന് തിരിഞ്ഞു നോക്കണം. എത്ര നാളുകളായി ഈ ദൈവത്തിന്റെ സന്ദേശം കേൾക്കുവാൻ തുടങ്ങിയിട്ട്. ഇന്നും നാം കംഫർട്ട് സോണിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ വളരെ ദുഃഖത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ പദ്ധതി നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ നിങ്ങൾ തന്നെയാ തടസ്സം. മുമ്പും പുറകും നോക്കാതെ ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് ചാടി ഇറങ്ങിയ മുക്കുവരിലൂടെ ദൈവം ലോകരാജ്യങ്ങളിൽ ദൈവത്തിന്റെ സന്ദേശം എത്തിച്ചുവെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രിയ ദൈവവൈതലേ, ദൈവശബ്ദം കേട്ട് ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറാകുന്ന പ്രിയ ദൈവവൈതലേ, നിങ്ങളിലൂടെ ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തികൾ നിങ്ങളായിരിക്കുന്ന പട്ടണം കാണെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് കേട്ടോ. ഈ യേശുവിന്റെ സാന്നിധ്യമായി മാറേണ്ടതിന് ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കേണ്ടത് ആവശ്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴിക തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ഇത് ദൈവത്തിന്റെ വാക്കുകളാ കേട്ടോ. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാരപ്പെടല്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ട്യൂൺ ചെയ്യാൻ നാം തയ്യാറാണോ? നമുക്ക് സംസാരിപ്പാനുള്ളത് ദൈവം നമ്മുടെ നാവിൽ തരും. കഴിവില്ല എന്ന് പറഞ്ഞ് മൂലക്കിരുത്തുവാൻ കൂടെയുള്ളവർ ഒത്തിരി പേരുണ്ടാകും. ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ഒരു സാധ്യതയുമില്ലാത്ത ഒരവസ്ഥയിലാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ഭാരപ്പെടല്ല. നിങ്ങളുടെ കരങ്ങളിലുള്ളതിനെ ദൈവത്തിന്റെ കരത്തിൽ കൊടുക്ക്, അവൻ അതിനെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള പൊട്ടൻഷ്യലുകൾ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ തുടങ്ങ്. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എനിക്ക് പ്രാപ്തിയില്ല എന്ന് ഇനി മേലിൽ പറയില്ല. കാരണം നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങളുടെ മെച്ചം കൊണ്ടോ ഒന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നത്. നിങ്ങളെ ബലപ്പെടുത്തുന്ന, നിങ്ങളെ പ്രാപ്തിയുള്ളതാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി കൊണ്ട്. ഈ ദൈവവചനത്തിനു മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ശത്രുവായവൻ പല സമയങ്ങളിൽ പല ചിന്തകളിട്ട് പുറകോട്ട് വലിച്ച അവസ്ഥയ്ക്ക് ഇന്നൊരു മാറ്റം ഈ ദൈവജനത്തിന്റെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ. നിത്യതയിലേക്ക് ഒരുക്കുന്ന ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഈ ദൈവജനത്തെ അങ്ങ് സഹായിക്കണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, യേശുവ നിങ്ങളെ ശക്തീകരിക്കുന്നത്, നിങ്ങൾക്ക് പ്രാപ്തി തരുന്നത്. ആയതുകൊണ്ട് മനസ്സുമെടുത്ത് ഒതുങ്ങിയിരിക്കുകയല്ല, യേശുവിന് വേണ്ടി ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് തയ്യാറാകാം. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ തുടങ്ങാം. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.